ഇപ്രാവശ്യത്തെ സ്കൂൾ പ്രവേശനോത്സവത്തിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടനം നടക്കുന്നത് കൊച്ചിയിലെ എളമക്കരയിലെ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ്. ഇവിടെ ഒരുക്കങ്ങൾ തകൃതിയാണ്. ഒരു ഭാഗത്ത് ശുചീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്നു, മറുഭാഗത്ത് സ്റ്റേജ് ഒരുക്കങ്ങൾ നടക്കുന്നു, കുട്ടികളുടെ ഡാൻസ് പ്രാക്ടീസ് നടക്കുന്നു. ക്ലാസ് മുറികളൊക്കെ മനോഹരമാക്കുന്ന അവസാനവട്ട ഒരുക്കത്തിലാണ്. തുടക്കമോത്സവമായി അതെ, കുരുന്നുകളെ സ്കൂളിലേക്ക് സ്വാഗതം ചെയ്യാൻ വേണ്ടിയുള്ള പ്രവേശനോത്സവ ഗാനത്തിൻ്റെ തുടക്കം അങ്ങനെയാണ്. അതിൻ്റെ ദൃശ്യാവിഷ്കരണത്തിൻ്റെ പ്രാക്ടീസിലാണ് കുരുന്നുകൾ. തുടക്കമുത്സവം, പഠിപ്പൊരുത്സവം, അറിഞ്ഞറിഞ്ഞു പോകെ ലോകമെത്ര സുന്ദരം. ഇതിനേക്കാൾ സുന്ദരമായൊരു ജീവിതം വേറെ ഉണ്ടോ? സ്കൂൾ ജീവിതം അല്ലേ? നിങ്ങളുടെ കുട്ടികളെയൊക്കെ സ്വാഗതം ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണല്ലേ? അതെ അതെ, ഞങ്ങൾ സ്കൂളിൽ വരുന്നത് അതി കൂടുതൽ സന്തോഷമാണ്. നിങ്ങളുടെ ഹാപ്പിയാണോ? ഡാൻസ് ഒക്കെ എങ്ങനെയുണ്ട്? ഒരുപാട് കുട്ടികൾ വരാൻ പോവാ പുതിയതായിട്ട്, അവരെയൊക്കെ സ്വാഗതം ചെയ്യണ്ടേ? അതിനുവേണ്ടിയാണോ ഈ പാട്ട്? അതെ, തുടക്കം തന്നെ ഭയങ്കര സന്തോഷകരമാണല്ലേ? ഡാൻസ് എങ്ങനെയുണ്ട്? ഡാൻസ് കൊള്ളാം. മന്ത്രിമാരൊക്കെ വരുവാണ് നിങ്ങൾ ഡാൻസ് കാണാൻ. മൊത്തത്തിൽ നല്ല ഒരുക്കമാണ്. സ്കൂളിലെ ഇപ്രാവശ്യം തുടക്കം തന്നെ കളർഫുള്ളാ. പുതിയ കുട്ടികൾ വരുന്ന ക്ലാസ്സുകളൊക്കെ എത്ര മനോഹരമായിട്ടാണല്ലേ? ഇത് മനോഹരമായിട്ട് SSKയുടെ നേതൃത്വത്തിൽ 2-3 ദിവസമായിട്ട് ഈ ജോലിയിലാണ് ഈ അധ്യാപകർ. രാത്രിയും പകലും ഒക്കെ ഇവരിവിടെയാണ്. അധ്യാപകരാണ് അവർ അധ്യാപകരാണ്. തിരുവനന്തപുരത്ത് നിന്ന് വന്നിരിക്കുകയാണ്. ഇതൊക്കെ പാഠപുസ്തകങ്ങളിലെ ചിത്രങ്ങളാണ്. പുതിയ പാഠപുസ്തകത്തിലെ ചിത്രങ്ങളാണ് വരച്ചിരിക്കുന്നത്. അതെ അതെ അതെ, ഇത് കുട്ടികൾക്ക് ആനന്ദകരമാണല്ലോ. ചെറിയ കുട്ടികൾ വരുമ്പോൾ അവരെ നമ്മൾ സന്തോഷത്തോടെ വേണമല്ലോ വരവേൽക്കേണ്ടത്. ഈ പ്രവേശനോത്സവത്തിൻ്റെ ഉദ്ഘാടന പരിപാടികൾ എങ്ങനെയാണ് ക്രമീകരിച്ചിരിക്കുന്നത്? ജൂൺ 3 രാവിലെ 9:30 ആദരണീയനായ മുഖ്യമന്ത്രി നമ്മുടെ സ്കൂളിൽ സംസ്ഥാനതല പ്രവേശനോത്സവത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത്. പ്രസ്തുത ചടങ്ങിൽ വിദ്യാഭ്യാസ മന്ത്രി ശ്രീ വി ശിവൻകുട്ടി അവറുകൾ അധ്യക്ഷത വഹിക്കും. ഒപ്പം എറണാകുളത്തെ പ്രതിനിധീകരിക്കുന്ന മന്ത്രി ശ്രീ പി രാജീവ് അവറുകളുണ്ട്. ഏതാണ്ട് 2500ഓളം ഓഡിയൻസിനെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പ്രീ പ്രൈമറി കുട്ടികൾക്കും 1ാം ക്ലാസ്സിൽ അഡ്മിഷൻ കിട്ടിയിട്ടുള്ള കുട്ടികൾക്കുമായിട്ട് നമ്മൾ സ്റ്റഡി കിറ്റുകൾ, വിവിധ സംഘടനകൾ സ്പോൺസർ ചെയ്തിട്ടുള്ള സ്റ്റഡി കിറ്റുകൾ നമ്മൾ അന്നേ ദിവസം വിതരണം ചെയ്യും. ഇത് കാണുമ്പോഴും കേൾക്കുമ്പോഴും നിങ്ങൾക്ക് തോന്നുന്നില്ലേ നമ്മുടെ കുട്ടിക്കാലം തിരികെ ലഭിച്ചിരുന്നു എങ്കിലെന്ന്? അതെ, അത്രയ്ക്ക് മനോഹരമാണ് നമ്മുടെ കുട്ടിക്കാലം, സ്കൂൾ കാലമൊക്കെ. പുതുതായിട്ട് സ്കൂളിലെത്തുന്ന കുട്ടികളുടെ സ്കൂൾ ജീവിതം ആഘോഷകരമാകട്ടെ, കൂടുതൽ വിജ്ഞാനപ്രദമാകട്ടെ. നിഖിൽ ജോസഫിനൊപ്പം S. അരുൺ ശങ്കർ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.